ഹലോ കൂട്ടുകാരെ, സിക്സ്ത് സ്റ്റാൻഡേർഡിലെ അൺചേഞ്ചിങ് റിലേഷൻ 126-ാമത്തെ പേജിലെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കോഷ്യൻ്റ് കാണാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ 345 ഹരിക്കണം 15 രണ്ട് രീതിയിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ കഴിയും. ഒന്നാമത്തത് രണ്ട് സൈഡിലും ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കാം, അല്ലെങ്കിൽ രണ്ട് സൈഡിലും ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഞാനിവിടെ ചെയ്യുന്നത് 345-നെ 2 കൊണ്ട് ഗുണിക്കുകയാണ്. അതേപോലെ റൈറ്റ് സൈഡിലും 15-നെ 2 കൊണ്ട് ഗുണിക്കാം. 345 ഇൻറ്റു 2 345-ൻ്റെ ഇരട്ടിയാണ്. 345-ൻ്റെ ഇരട്ടി കാണാൻ 300 + 300 600 45 + 45 90. ഇവിടെ 690 കിട്ടുന്നത്. ഹരിക്കണം 15 ഇൻറ്റു 2 30. 690-നെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0 0 ക്യാൻസൽ ആവും. ബാക്കി വരുന്നത് 69/3. 69-നെ 3 കൊണ്ട് ഹരിച്ചാൽ 3 ഇൻറ്റു 2 6. ബാക്കി വരുന്നത് 9. 3 ഇൻറ്റു 3 9. ആൻസർ കിട്ടുന്നത് 23. രണ്ടാമത്തെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് 495 ഹരിക്കണം 45. ഇവിടെ 5 രണ്ട് സംഖ്യകളുടെയും അവസാനമായിട്ട് വരുന്നത്. അതുകൊണ്ട് 5-ൻ്റെ പൊതുഗുണിതമായിരിക്കും. 495 5 കൊണ്ട് ഹരിക്കാം. 45-നെയും 5 കൊണ്ട് ഹരിക്കാം. 495-നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ എന്താണ് കിട്ടുന്നതെന്ന് നോക്കാം. 49-ൽ 9 പ്രാവശ്യമാണ് 5 പോകുന്നത്. 9 ഇൻറ്റു 5 45. ബാക്കി വരുന്നത് 4. 5 താഴത്തേക്ക് ഇറക്കി എഴുതാം. വീണ്ടും ഒരു 9 വരുന്നത്. 9 ഇൻറ്റു 5 45. റിമൈൻഡർ വരുന്നത് 0. ഇവിടെ കിട്ടുന്നത് 99. 45-നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ ഇവിടെ നോക്കൂ, അവസാനമായിട്ട് വരുന്നത് 45. 9 ഇൻറ്റു 5 45. അതുകൊണ്ട് 9 ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. 495 ഹരിക്കണം 45 ചെയ്യുന്നതിന് പകരമായിട്ട് 99 ഹരിക്കണം 9 ചെയ്യാം. ഇവിടെ ഹരിച്ച് നോക്കേണ്ട ആവശ്യമുണ്ടോ? ആൻസർ കിട്ടുന്നത് 11. കാരണം 11-നെ 9 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നത് 99. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 325 ഹരിക്കണം 25. ഇവിടെ വേണമെങ്കിൽ 25 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 325-ൽ എത്ര 25 ഉണ്ടെന്ന് നോക്കാം. 25-ൽ ഒരു 25. 325-ൽ എത്ര 25 ഉണ്ടെന്ന് അറിഞ്ഞാൽ ആൻസർ കിട്ടും. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് 325-നെ 2 കൊണ്ട് ഗുണിക്കാം. അതേപോലെ 25-നെയും 2 കൊണ്ട് ഗുണിക്കാം. 325-നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 325-ൻ്റെ ഇരട്ടിയാണ് വരുന്നത്. 300-ൻ്റെ ഇരട്ടി 600. 25-ൻ്റെ ഇരട്ടി 50. അപ്പോൾ 650 ഇവിടെ വരും. 25 ഇൻറ്റു 2 വരുന്നത് 50. 650 ഡിവൈഡഡ് ബൈ 50 എന്ന് പറയുമ്പോൾ പൂജ്യങ്ങൾ തമ്മിൽ ക്യാൻസൽ ചെയ്യാം. ബാക്കി വരുന്നത് 65 ഹരിക്കണം 5 അല്ലേ? 65 ഹരിക്കണം 5. 65-നെ 5 കൊണ്ട് ഹരിച്ച് നോക്കിയാൽ 1 ഇൻറ്റു 5 5. ബാക്കി വരുന്നത് 1. 5 താഴത്തേക്ക് ഇറക്കി എഴുതാം. 3 ഇൻറ്റു 5 15. ആൻസർ കിട്ടുന്നത് 13. അതേപോലെ ഇവിടെ 325-നെ 25 കൊണ്ടാണ് ഹരിക്കുന്നതെങ്കിൽ ഇവിടെ ഒറ്റയടിക്ക് തന്നെ ആൻസർ കിട്ടും. ഇവിടെ നോക്കാം, നമുക്ക് 100-ൽ 4 25 ഉണ്ടായിരിക്കുക. അതേപോലെ വീണ്ടും ഒരു 100 വരും. അവിടെ ഒരു 4 25 വന്നു. വീണ്ടും ഒരു 100 4 25 വന്നു. പിന്നീട് ഒരു 25 കൂടെ ഉണ്ട് അല്ലേ? അപ്പോൾ വീണ്ടും ഒരു 25 കൂടെ വന്നു. അപ്പോൾ ഇവിടെ നോക്കുക, 1 2 3 4 ഉള്ളത്. 4 ഇൻറ്റു 3 12 പ്ലസ് വീണ്ടും ഒരു 25 കൂടെ ഉണ്ട് അല്ലേ? അതുകൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 13. 975 ഹരിക്കണം 75. ഇവിടെ അവസാനത്തെ സംഖ്യകൾ വരുന്നത് 5. അതുകൊണ്ട് 975-നെ ആദ്യം 5 കൊണ്ട് ഹരിക്കാം. അതേപോലെ 75-നെയും 5 കൊണ്ട് ഹരിക്കാം. സൈഡിലായിട്ട് ഹരിച്ച് നോക്കാം. 975 ഹരിക്കണം 5. 9-ൽ ഒരു പ്രാവശ്യമാണ് 5 പോകുന്നത്. 5. ബാക്കി വരുന്നത് 4. 7 താഴത്തേക്ക് ഇറക്കി എഴുതാം. 9 ഇൻറ്റു 5 45. ബാക്കി വരുന്നത് 2. 5 താഴത്തേക്ക് ഇറക്കി എഴുതാം. 5 ഇൻറ്റു 5 25. ആൻസർ കിട്ടുന്നത് 195.
അടുത്തായിട്ട് 75നെ 5 കൊണ്ട് ഹരിച്ച് നോക്കാം. 1 ഇൻറ്റു 5 5, ബാക്കി വരുന്നത് 2ആണ്. 5 താഴത്തേക്ക് ഇറക്കി എഴുതാം. 5 ഇൻറ്റു 5 25. ഇവിടെ വരുന്നത് 15ആണ്. അടുത്തായിട്ട് ചെയ്യേണ്ടത് 195നെ വീണ്ടും 5 കൊണ്ട് ഹരിക്കാം. അതേപോലെ 15നെ വീണ്ടും 5 കൊണ്ട് ഹരിക്കാം. 15നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ 3ആണ് കിട്ടുന്നത്. 195നെ 5 കൊണ്ട് ഹരിച്ച് നോക്കാം. 19 എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു 5 15, ബാക്കി വരുന്നത് 4ആണ്. 5 ഇറക്കി എഴുതാം. 9 ഇൻറ്റു 5 45. അപ്പോൾ ഇവിടെ കിട്ടുന്നത് 39ആണ്. അതായത് 975 ഹരിക്കണം 75ന് പകരമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് 39 ഹരിക്കണം 3ആണ്. 39നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 1 ഇൻറ്റു 3 3, 9 ഇറക്കി എഴുതാം. 3 ഇൻറ്റു 3 9. അപ്പോൾ കിട്ടുന്നത് 13ആണ്. അവസാനമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ 875 ഹരിക്കണം 125 ആണ്. 875നെ 5 കൊണ്ട് ഹരിക്കാം. അതേപോലെ 125നെയും 5 കൊണ്ട് ഹരിക്കാം. സൈഡിലായിട്ട് ചെയ്ത് നോക്കാം. 875 ഹരിക്കണം 5. ആദ്യം 1 ഇൻറ്റു 5, ബാക്കി വരുന്നത് 3ആണ്. 7 ഇറക്കി എഴുതാം. 7 ഇൻറ്റു 5 35, ബാക്കി വരുന്നത് 2ആണ്. 5 ഇറക്കി എഴുതാം. 5 ഇൻറ്റു 5 25. ആദ്യത്തെ ആൻസർ കിട്ടുന്നത് 175ആണ്. 125നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ 2 ഇൻറ്റു 5 10, ബാക്കി വരുന്നത് 2. 5 ഇറക്കി എഴുതാം. 5 ഇൻറ്റു 5 25. ഇവിടെ വരുന്നത് 25ആണ്. വീണ്ടും എന്ത് ചെയ്യാം? 175നെ 5 കൊണ്ട് ഹരിക്കാം. അതേപോലെ 25നെ 5 കൊണ്ട് ഹരിക്കാം. 25നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നത് 5 ആയിരിക്കും. 175നെ ചെയ്ത് നോക്കാം. 5 വരുമ്പോൾ 3 ഇൻറ്റു 5 15, ബാക്കി വരുന്നത് 2. 5 ഇറക്കി എഴുതാം. 5 ഇൻറ്റു 5 25. ഇവിടെ കിട്ടുന്നത് എത്രയാണ്? 35ആണ്. അപ്പോൾ 875നെ 125 കൊണ്ട് ഹരിക്കുന്നതിന് പകരമായിട്ട് 35നെ 5 കൊണ്ട് ഹരിക്കാം. 35നെ 5 കൊണ്ട് ഹരിക്കുക എന്ന് പറയുമ്പോൾ 7 ഇൻറ്റു 5ആണ് 35. അതുകൊണ്ട് ഇവിടെ കിട്ടുന്ന ആൻസർ 7 ആയിരിക്കും. ഇതോടുകൂടി ഈ പാഠഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ പാഠഭാഗവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.